ഹലോ, അജ്മൽ അമീർ. ഓൾറെഡി ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കയ്യിലിരിപ്പിൻ്റെയാണ്. എന്നിട്ട് ഈ കയ്യിലിരിപ്പൊക്കെ ഇപ്പോൾ കൊണ്ടുപോയി AI തലമണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണോ എന്തോ വരുന്നവരുടെയും പോകുന്നവരുടെയും കുടിശ്ശിത്തം മൊത്തം AI കൊണ്ടു കൊടുക്കുന്നത്. വാനിഷ് മോഡ് ഇട്ടിട്ട് മെസ്സേജ് അയച്ചിട്ട് കുറേ കഴിയുമ്പോൾ പറയും എല്ലാം കൂടെ AI തലമണ്ടയ്ക്ക്. AI ആരാ? നിങ്ങളുടെ കുടുംബക്കാരും വല്ലതുമാണോ AI തലയിൽ കൊണ്ടിട്ട് കൊടുക്കാൻ? എന്തൊക്കെയാ വന്ന് പ്രസംഗിക്കുന്നതെന്നറിയോ? ആ പ്രസംഗം കുറച്ച് ഞാൻ കേൾപ്പിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ്റ് എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൃത്യമായിട്ടൊരു മാനേജറില്ല, ഒരു PR ടീമില്ല, കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളില്ല. പണ്ടിപ്പോഴോ എൻ്റെ ഫാൻസുകാർ തുടങ്ങിയിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളികൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിലിരിക്കാനുള്ള മെയിൻ റീസൺ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ്. എന്തായാലും ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. എൻ്റെ കുറച്ച് പുതിയ പ്രോജക്ട്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ തന്നെ ഇരുന്ന തിരിച്ചിങ്ങോട്ട് വരണ്ട. വന്നിട്ടും വല്ല കാര്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് കുറേ നാട്ടിൽ കാണുന്ന എല്ലാ പെൺകുട്ടികൾക്കും വാ മോളെ റൈഡ് പോകുന്നവർ റൈഡ് കൊടുക്കാനില്ല, വേണ്ട അവിടെ തന്നെ ഇടുന്നു. തിരിച്ച് വന്നിട്ട് ഒരു കാര്യമില്ല. ഇരുന്നങ്ങ് മെഴുകണം കേട്ടോ. വോയിസൊക്കെ ഏയ്ക്ക് ഇതാണല്ലോ പണി. നിങ്ങളുടെ വോയിസ് എടുത്തിട്ട് അനുകരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങൾക്ക് മൊത്തം മെസ്സേജ് അയക്കല്. അതിൻ്റെ ഇടയിലൊരു വീഡിയോ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതും AI ആയിരുന്നു ചേട്ടാ. ഈ AI എന്തൊക്കെ ഏറ്റെടുക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ഈ AI എന്ന് പറയുന്ന സാധനം എന്തൊക്കെ ഏറ്റെടുക്കും? കണ്ണാട വെച്ചത് എന്തിനാ? ആൾക്കാർ എൻ്റെ കണ്ണീര് കാണണ്ട എന്ന് കരുതിയിട്ടാണോ കണ്ണാട വച്ചേക്കുന്നത്? അതങ്ങ് ഊരിക്കളാ. കണ്ണാടയുടെ ആവശ്യമൊന്നും ഇല്ല അവിടെ. ഊര് കരഞ്ഞാലും കുഴപ്പമില്ല, കരഞ്ഞ് മെഴുകിനി അതേ രക്ഷയുള്ളൂ. അല്ലാണ്ട് എല്ലാം കൊണ്ടുപോയി AI തലമണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി. താങ്ക് യു സോ മച്ച്. ഐ ആം വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾ വന്നിരുന്നിട്ട് ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ ഫൈൻ, ആ പ്രശ്നം അവിടെ തീരുമായിരുന്നു. ഇതിപ്പോൾ എല്ലാം കൂടെ AI നെഞ്ചത്തോട്ട് കൊണ്ട് ഇട്ട് കൊടുത്തപ്പം നിങ്ങൾ എന്താണെന്നുള്ളത് കൂടുതൽ ആൾക്കാരുടെ മുന്നിൽ എക്സ്പോസായി. അത്രേ നടക്കുന്നുള്ളൂ, വേറൊന്നും ഇവിടെ നടക്കാനില്ല. AI മണ്ടയ്ക്ക് കൊണ്ടുവരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വല്ല ആവശ്യവും? എൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി എന്തോ വില്ലനായിട്ടായിരുന്നു. ഒരു 2023 ടൈമിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു, പഠിക്കുകയായിരുന്നു. അന്നൊരു 19 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രായം. ഞാനിങ്ങനെ സിനിമ നമ്മൾ കാണുമ്പോൾ സ്റ്റോറി ഇടുമല്ലോ, അപ്പോൾ ഞാൻ ഈ പുള്ളിയെ മെൻഷൻ ചെയ്തിട്ടുണ്ടായി. ഞാൻ അതിന് മുമ്പ് വരെ ഇയാളെ ഫോളോയേ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കാസ്റ്റ് തപ്പി നോക്കുന്ന ടൈമിലാണ് പുള്ളിയുടെ പ്രൊഫൈൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞ് പുള്ളി ഇത് കണ്ടു, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഇട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഒരു ഫാൻ ഗേൾ ആണല്ലോ. അപ്പോൾ ഞാൻ താങ്ക് യു സോ മച്ച് റെസ്പോൺസ് പറഞ്ഞ് വിട്ടു. എന്നിട്ട് ചോദിച്ചു എവിടാ വീട്. അപ്പം ഞാനും ഇങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത്, ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ നല്ല മനുഷ്യനായിരിക്കും എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു മിസ്റ്റേക്ക്. കാരണം എവിടെ വീടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ക്യാഷ്വലായിട്ട് ടോക്ക് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഈ സ്ഥലത്ത് വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, അവൻ അപ്പോഴാണ് എനിക്ക് എന്താ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു. മിസ്റ്റേക്ക് തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പുള്ളി ഞാൻ ഇങ്ങനെ എന്തിനാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കുറച്ച് കഴിഞ്ഞ് പുള്ളി ഇത് വാനിഷ് മോഡിലൊക്കെ ഇടാൻ തുടങ്ങി. ഗൂഗിളിൽ പുള്ളിയെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ പുള്ളി ഓൾറെഡി മാരീഡ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ
വാനിഷ് മോഡാണ് അണ്ണൻ്റെ മെയിൻ പരിപാടി. വാനിഷ് മോഡ് ആരോട് ചാറ്റ് ചെയ്താലും ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അണ്ണൻ അതെടുത്ത് വാനിഷ് മോഡിലിടും. അതാണ് അണ്ണൻ്റെ മെയിൻ പരിപാടി. എൻ്റെ കസിൻ അടുത്തുണ്ടായിരുന്നു ഈ മെസ്സേജ് അയക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പ്രൊഫൈൽ അവർ തന്നെ അല്ലല്ലോ അത് മാനേജ് ചെയ്യുന്നത് വേറൊരാൾ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ അയാളായിരിക്കും മറ്റേ അജ്മലിനെ അറിയത്തില്ലായിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അജ്മലൊന്നും ആയിരിക്കില്ല, അത് പുള്ളി. കാരണം എനിക്ക് തോന്നില്ല ഒരു ആക്ടറിന് സ്വന്തമായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ. കാരണം ഞാൻ അഥവാ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കത്തത് ഇയാൾ എനിക്ക് മാത്രം മെസ്സേജ് അയച്ചിട്ടുള്ളൂ, അതോ ഇതെന്താണ് ഇയാളെന്താണ് ഇതുവരെ എക്സ്പോസ് ആവാത്തത്, ആവേണ്ടതാണല്ലോ. അന്ന് എനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല, അറിയാലോ, കാരണം വെറും 19 വയസ്സൊക്കെ ഉള്ളൂ. പിന്നെ അന്നുള്ള പിന്നെ ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫോണിൽ നിന്ന്. എന്നിട്ട് അല്ല ഞങ്ങൾ വിചാരിച്ചത് എന്ത് പുള്ളിയൊന്നും ആയിരിക്കില്ല, പുള്ളി അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴല്ലേ സംഭവം മനസ്സിലായത് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, മാരീഡാണ് എന്നൊക്കെ. പിന്നെ അതും ഒരു ഞെട്ടലാണല്ലോ, കാരണം ഒരു ആക്ടർ പുതിയ കാര്യമല്ല, പക്ഷെ എന്നാലും ഒരു നല്ല ധൈര്യത്തോടു കൂടി പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുക, ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുക. ഞാൻ എന്തെങ്കിലും സെക്സ് അങ്ങനെ ഇതിൽ പോയിട്ടല്ലല്ലോ, ലൈക്ക് ഞാൻ ആ ഒരു ഇതിൽ ഇൻട്രസ്റ്റ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടല്ലല്ലോ. പുള്ളി ഇങ്ങോട്ട് എൻ്റെ വീട് എവിടെ കാണാൻ വരുന്നുണ്ടോ, ഞാൻ ഇവിടെ വരുന്നുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്, ഇതേപോലെ രീതിയിലാണ് എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തുടങ്ങിയത്. ഇതിനെ കാരണം പുള്ളി ഒരു ആക്ടറാണ്, സോ നമുക്കറിയാം യൂഷ്വലി എന്താണ് സാധാരണ സംഭവിക്കാറുള്ളത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും എന്നുള്ളൊരു. ഞാൻ ഇതിൻ്റെ മുൻപ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിക്ക് AI നെഞ്ചത്തോട്ട്, അല്ലെങ്കിൽ ഹാക്കിങ്. എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു. ഇതാണ് ഇതുപോലുള്ള സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന കുറേ കാറ്റഗറി ആൾക്കാർ എന്തെങ്കിലുമൊക്കെ തെണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞ് പിടിക്കപ്പെടുമ്പോൾ ആദ്യം പറയുന്നത് അക്കൗണ്ട് ഹാക്കായി, അതല്ലെങ്കിൽ ഫേക്ക്, അതും അല്ലെങ്കിൽ AI. ഈ ഹാക്കിങ്ങിനും അല്ലെങ്കിൽ AIക്ക് ഇതാണോ പരിപാടി? നിങ്ങൾ കാണിക്കുന്ന തെണ്ടിത്തരം മൊത്തം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞെല്ലാം കൂടെ അങ്ങ് ഏറ്റെടുക്കുക. ഉളുപ്പ് വേണ്ടേ കുറച്ചെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ? ഇല്ലെങ്കിൽ കുറച്ച് ബോധം വേണ്ടേ? ആൾക്കാർ ഇത് വിശ്വസിക്കുമോ എന്നുള്ളതെങ്കിലും തോട്ടെങ്കിലും ഉണ്ടാവണ്ടേ? എവിടെ അല്ലേ? അപ്പോൾ ഈ രംഗത്ത് വന്ന പെൺകുട്ടികളൊക്കെ AI വഴി ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ വന്നതായിരിക്കും. ഈ പുറത്ത് വന്ന വോയിസ്, നമ്മളിടുന്ന മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ഇടയിൽ വന്നിട്ടിടുന്ന കമൻസൊക്കെ ഇവൻ ഹെലനോസ് പാട്ട വരെ AIയുടെ ഭാഗമായിട്ട് വന്നതായിരിക്കും അല്ല ചേട്ടാ? അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഈ AIയുടെ കഥയെ എത്ര നാൾ പോവും എന്ന് നോക്കണമല്ലോ. AI എന്ന് പറയുന്ന കഥ കണ്ടറിയും. ഈ ഒരു കയ്യിലിരിപ്പാണെങ്കിൽ അധികം വൈകാതെ AIനെ നാട്ടുകാരെ പിടിച്ച് തല്ലും. അപ്പോഴും പറയണം അയ്യോ ഇത് ഞാനല്ലേ, AI വഴി ഉണ്ടായി ഏതോ റോബോട്ടാണേ എന്നൊക്കെ കേട്ടോ. പറയല്ലോ അല്ലേ? പറയണം, അങ്ങനെ തന്നെ പറയണം. ശരി എന്നാൽ പോട്ടെ, സാട്ടാ ടാറ്റാ.